ഞാൻ ഉന്മേഷ് വിരാമൻ. വാർത്താമഴയിലേക്ക് വിശദമായി. KPCC പുനഃസംഘടനയിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് പിന്നാലെ വിമർശനവുമായി ലത്തീൻ സഭയും. അർഹമായ പ്രാതിനിധ്യം കിട്ടിയില്ലെന്ന് കണ്ണൂർ രൂപത ബിഷപ്പ് മാർ അലക്സ് വടക്കുംതല കുറ്റപ്പെടുത്തി. സഭയുടെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നായിരുന്നു ഓർത്തഡോക്സ് സഭയുടെ വിമർശനങ്ങൾക്ക് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ മറുപടി. ചാണ്ടിയുമ്മനെയും അബിൻ വർക്കിയെയും പരിഗണിക്കാത്തതിൽ ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ യൂലിയോസ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അർഹമായ പ്രാതിനിധ്യം നൽകിയില്ലെന്ന ലത്തീൻ സഭയുടെ പരാതി. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ സാന്നിധ്യത്തിലായിരുന്നു കണ്ണൂർ രൂപതാ ബിഷപ്പ് മാർ അലക്സ് വടക്കുംതലയുടെ വിമർശനം. കണ്ണൂർ ഈ ഭാഗത്തേക്ക് ഒരാളെ പോലും പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ സ്നേഹത്തോടുകൂടെ അതോടൊപ്പം തന്നെ ആദരവോടുകൂടെ അതിന്റെ സംസ്ഥാന പ്രസിഡന്റിനോട് പറയുകയാണ്. ലാറ്റിൻ കാത്തലിക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽ നിന്ന് കാര്യമായ ഒരു പരിഗണനയും ലഭിക്കാത്തതും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ പറയുന്നതാണല്ലോ നല്ലതെന്ന് ഞാൻ കരുതുന്നു. എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. ഇതിനിടെ യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയിൽ കോൺഗ്രസ് നേതൃത്വത്തോട് A ഗ്രൂപ്പ് നിബന്ധനകൾ മുന്നോട്ടുവച്ചു. വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിലിന്റെ നിയമനം റദ്ദാക്കണമെന്നും അല്ലെങ്കിൽ A ഗ്രൂപ്പിൽ നിന്ന് 2 പേരെ കൂടി വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നുമാണ് ആവശ്യം. 24 കൊച്ചി. കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയെ ചൊല്ലി LDF-ലും മന്ത്രിസഭയ്ക്കുള്ളിലും ഭിന്നത. പദ്ധതിയിൽ ഒപ്പിടാനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ CPI രംഗത്തെത്തി. അവകാശപ്പെട്ട ഫണ്ട് സാങ്കേതികത്വം പറഞ്ഞ് വാങ്ങാതിരിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നത് BJP CPIM അന്തർധാരയുടെ ഭാഗമെന്നായിരുന്നു KSUവിന്റെ വിമർശനം. CPIയുടെ എതിർപ്പിനെ തുടർന്ന് മന്ത്രിസഭാ യോഗത്തിലടക്കം പദ്ധതിയുമായി മുന്നോട്ടു പോകേണ്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ തീരുമാനിച്ചിരുന്നു. എന്നാൽ 2 വർഷമായി മുടങ്ങിക്കിടന്ന 1500 കോടിയോളം രൂപ വാങ്ങിച്ചെടുക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം. കേന്ദ്ര സർക്കാരിനെ വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യം അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണെങ്കിലും രാജ്യത്തെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. നമ്മുടെ കുട്ടികളല്ലേ, നമ്മൾ എന്തിനാ ഈ ഫണ്ട് കളയാണ്? സർക്കാർ തീരുമാനത്തിനെതിരെ CPI നേതാക്കൾ രംഗത്തെത്തി. നിലപാടിൽ മാറ്റമില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നിലപാടിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്ന് മന്ത്രി K രാജനും പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയത്തിനോടുള്ള കാഴ്ചപ്പാടും തെറ്റായ വിധത്തിലുള്ള ചില സാധനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ശ്രമത്തിനുമെതിരായിട്ടുള്ള വലിയ ഇടപെടൽ തന്നെയാണ് പൊതുവായിട്ടുണ്ടാകുന്നത്. അതിൽ വേറെ ഒരു മാറ്റവും ചിന്തിക്കേണ്ട ഒരു ഘട്ടം ഇപ്പോൾ ഉണ്ടായിട്ടില്ല. കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കരുതെന്നാവശ്യപ്പെട്ട് ASFും രംഗത്തെത്തി. നിലപാടിൽ CPI ഉറച്ചു നിൽക്കുമോ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. ക്യാബിനറ്റിൽ CPI മന്ത്രിമാർ എന്ത് നിലപാട് സ്വീകരിക്കും? LDF-ൽ ചർച്ച ചെയ്യാൻ CPIക്ക് അതിനുള്ള നിലപാടുണ്ടോ, ഉറച്ച നിലപാടുണ്ടോ എന്നറിയാൻ താല്പര്യമുണ്ട്. CPI എതിർപ്പ് ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നാണ് മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രതികരണം. അടുത്ത ആഴ്ച വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ നേരിൽ കണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും. 24 തിരുവനന്തപുരം. VS അച്യുതാനന്ദന്റെ പേരിലുള്ള പ്രഥമ കേരള പുരസ്കാരം മുതിർന്ന CPIM നേതാവ് S രാമചന്ദ്രൻ പിള്ളയ്ക്ക് സമർപ്പിച്ചു. ക്ഷണമുണ്ടായിരുന്നെങ്കിലും G സുധാകരൻ പരിപാടിയിൽ പങ്കെടുത്തില്ല. പ്രായപരിധിയുടെ പേരിൽ സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവായാലും പാർട്ടിയിൽ സജീവമാകണമെന്ന് G സുധാകരന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ഒളിയമ്പ്. വിമർശനങ്ങൾ മറന്ന് G സുധാകരനെ ചേർത്ത് പിടിക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ. കേരള കർഷക തൊഴിലാളി യൂണിയന്റെ തൊഴിലാളി മാസിക ഏർപ്പെടുത്തിയതാണ് പുരസ്കാരം. CPM ജനറൽ സെക്രട്ടറി MA ബേബി S രാമചന്ദ്രൻ പിള്ളയ്ക്ക് സമർപ്പിച്ചു. ആലപ്പുഴയിലെ പാർട്ടി ആതിഥേയത്വം വഹിക്കുന്ന പ്രധാന പരിപാടി. നേതാക്കൾ വീട്ടിലെത്തി ക്ഷണിച്ചിട്ടും മുതിർന്ന നേതാവ് G സുധാകരൻ വിട്ടുനിന്നു. ഇതേസമയം കൊല്ലം കരുനാഗപ്പള്ളിയിൽ മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്ത G സുധാകരന്റെ വിശദീകരണം ഇങ്ങനെ. നേരത്തെ നിശ്ചയിച്ചതാണോ കരുനാഗപ്പള്ളി പരിപാടി? ഒരു മാസം പറയാതെ. അതുകൊണ്ടാണ് അതെ, അതുകൊണ്ടാണ്. ഇപ്പോഴുള്ള പരിപാടിയിൽ ക്ഷണമില്ലായിരുന്നു. അവിടെ പോയി ചോദിക്കാൻ പറഞ്ഞു. അതൃപ്തി പ്രതിഫലിക്കുന്ന പ്രതികരണം. പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന G സുധാകരന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പരോക്ഷ മറുപടി. പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ കുറെ സഖാക്കൾ ചില ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിവായി എന്നല്ല, പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കുകയല്ല, പാർട്ടി തുടർന്നും പ്രവർത്തിക്കും. അതിന്റെ ഏറ്റവും മാതൃകാപരമായ ഉദാഹരണം സ്ഥാപിക്കുകയാണ്. G സുധാകരൻ തന്റെ നേതാവെന്നായിരുന്നു സജി ചെറിയാന്റെ പ്രതികരണം. അതേ എന്റെ നേതാവാണ്. എന്റെ ഉപദേശം സ്വീകരിക്കേണ്ട യാതൊരു കാര്യവും അദ്ദേഹത്തിനില്ല. ഞാൻ അദ്ദേഹത്തെ ഉപദേശിച്ചിട്ടുമില്ല, എന്നെ അദ്ദേഹം വിമർശിച്ചിട്ടുമില്ല. സുധാകരൻ സാർ എന്നെ പറ്റി ഒരു തെറ്റിദ്ധാരണയില്ല. നിങ്ങൾ ഇപ്പോൾ കുഴപ്പമുണ്ടാക്കരുതാണ്. നാളെ ആരംഭിക്കുന്ന പുന്നപ്ര വയലാർ വാരാചരണത്തിലും G സുധാകരന് അർഹമായ പരിഗണന നൽകിയില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട്. 24 ആലപ്പുഴ.
കൊല്ലം കടക്കലിൽ CPIയിൽ കൂട്ടരാജി. 700-ലധികം പേർ CPIയിൽ നിന്നും രാജിവെച്ചെന്ന് പാർട്ടി മുൻ ജില്ലാ കൌൺസിൽ അംഗം JC അനിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഘടനാ പ്രശ്നങ്ങളിൽ ജില്ലാ നേതൃത്വം സ്വീകരിച്ച വിഭാഗീയ നിലപാടാണ് രാജിക്ക് കാരണമെന്നാണ് വിമർശനം. മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ മണ്ഡലത്തിലാണ് CPIയിലെ കൂട്ടരാജി. ജില്ലാ നേതൃത്വവുമായുണ്ടായ തർക്കങ്ങൾക്ക് പിന്നാലെയാണ് കടക്കലിൽ 700-ലധികം പേർ രാജിവെച്ചത്. 10 മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ, 45 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, 48 ബ്രാഞ്ച് സെക്രട്ടറിമാർ, 9 ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, 11 സഹകരണ ബാങ്ക് ഡയറക്ടർമാർ തുടങ്ങിയവർ രാജിവെച്ചവരിൽ ഉൾപ്പെടുന്നു. 2 വർഷമായി നിലനിൽക്കുന്ന സംഘടനാ പ്രശ്നങ്ങളിൽ ജില്ലാ നേതൃത്വം സ്വീകരിച്ച നിലപാടാണ് രാജിക്കിടയാക്കിയത്. ഞങ്ങളെ ചേർത്ത് നിർത്താനുള്ള ഒരുപാട് അവസരങ്ങളും സന്ദർഭങ്ങളും ഉണ്ടായിരുന്നിട്ടും ആ അവസരങ്ങളൊന്നും ഉപയോഗിക്കാതെ ഞങ്ങളെ അകറ്റി നിർത്തുവാനും അവർ ഈ പാർട്ടി ഘടകങ്ങൾ വിട്ടുപോയാലും ഈ പാർട്ടിക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനെന്നില്ല എന്ന ചിന്ത നിരവധി ആളുകളെ അത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ശക്തമായ സ്വാധീനമുള്ള സ്ഥലത്തെ പ്രവർത്തകരുടെ കൂട്ടരാജിയിലെ അമ്പരപ്പിലാണ് പാർട്ടി നേതൃത്വം. ഒരാഴ്ച മുൻപാണ് 120 പേർ ജില്ലാ നേതൃത്വത്തിന്റെ നിലപാടുകൾ പ്രതിഷേധിച്ച് രാജിവെച്ചത്. വിവാദങ്ങൾക്കിടെ CPI കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗം നാളെ ചേരും. 24 കൊല്ലം. കൊല്ലം ജില്ലാ നേതൃത്വത്തിന് എതിരെ വിമർശനവുമായി CPI നേതാവ് കൊല്ലം മധു. പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോകുന്ന സഖാക്കളെ കണ്ടില്ല എന്ന് നടിക്കുന്നത് നേതൃപരമായ ധിക്കാരം എന്നാണ് വിമർശനം. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചത്. അരുൺ രാജുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ കൊല്ലത്തുനിന്ന്. അരുൺ, ഈ കൊല്ലത്ത് CPI നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണല്ലോ, പ്രത്യേകിച്ച് ശക്തി കേന്ദ്രത്തിലെ കൂട്ടരാജി ഉൾപ്പെടെ. അതിനിടയിലാണല്ലോ വിമർശനം. എന്തൊക്കെയാണ് വിവരങ്ങൾ അരുൺ? ഉന്മേഷ, തീർച്ചയായും സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ശക്തികേന്ദ്രങ്ങളിലൊന്നാണ് CPIയുടെ ശക്തികേന്ദ്രങ്ങളിലൊന്നാണ് കൊല്ലം. ആ കൊല്ലത്തെ ഏറ്റവും വലിയ ശക്തികേന്ദ്രമാണ് കടക്കലടക്കമുള്ള കിഴക്കൻ മേഖലകൾ. ആ സ്ഥലങ്ങളിലാണ് ഇന്ന് 700-ലധികം പേർ രാജിവെച്ചത്. തുടർച്ചയായി CPIയിൽ നിന്ന് പ്രവർത്തകരും നേതാക്കളും രാജിവെക്കുമ്പോൾ ജില്ലാ നേതൃത്വം മൗനം പാലിക്കുന്നതിനെതിരെയാണ് ഇപ്പോൾ കൊല്ലം മധു രംഗത്ത് വന്നിരിക്കുന്നത്. CPIയുടെ മുതിർന്ന നേതാവ് കൂടിയാണ്, ജില്ലയിലെ മുതിർന്ന നേതാവാണ് കൊല്ലം മധു. പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോകുന്ന സഹാക്കളെ കണ്ടില്ലെന്ന് നടിക്കുന്നത് നേതൃപരമായ ധിക്കാരമെന്നാണ് കൊല്ലം മധു ഫേസ്ബുക്കിൽ ഇപ്പോൾ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. 700-ലധികം പേരാണ് ഇന്ന് കൊല്ലം ജില്ല കടക്കലിൽ CPIയിൽ നിന്ന് രാജിവെച്ചത്. കഴിഞ്ഞ ദിവസം 120 പേർ കുണ്ടയിൽ നിന്നും രാജിവെച്ചിരുന്നു. ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് രാജിയിലേക്ക് നയിച്ചിരിക്കുന്നത്. വിഭാഗീയത പാർട്ടിയുടെ താഴ്ത്തട്ട് മുതൽ ജില്ലാ ഘടകം വരെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ രാജിവെച്ചവർ പറയുന്നത്. ഇതിന് പിന്നാലെയാണ് പരസ്യ വിമർശനവുമായി CPIയുടെ മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്ത് വരുന്നത്. നാളെ ജില്ലാ കമ്മിറ്റി അടക്കം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ ഒരുപക്ഷെ ഈ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉന്മേഷ്. ശരി, അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് തർക്കത്തിൽ ഇനിയും പ്രതിസന്ധി മാറാതെ മഹാസഖ്യം. കോൺഗ്രസ് നിലപാടിനെതിരെ തുറന്നടിച്ച് സഖ്യകക്ഷികൾ രംഗത്തെത്തി. ലാലു പ്രസാദ് യാദവിന്റെ വീടിന് മുന്നിൽ സീറ്റ് ലഭിക്കാത്ത നേതാവ് നിലത്ത് കിടന്ന് കരഞ്ഞത് നാടകീയതകൾക്കിടയാക്കി. സീറ്റ് ചർച്ചകൾ നടക്കുന്ന പട്നയിലെ ലാലു പ്രസാദ് യാദവിന്റെ വസതിയിലെത്തിയതായിരുന്നു RJD നേതാവ് മദൻ ഷാ. മധുബനി മണ്ഡലത്തിൽ സീറ്റ് ലഭിക്കില്ലെന്നുറപ്പായതോടെ പൊട്ടിക്കരഞ്ഞു. വസ്ത്രങ്ങൾ വലിച്ചു കീറി. RJD MP സഞ്ജയ് യാദവ് പണം വാങ്ങി സീറ്റ് നൽകുന്നതായും ആരോപണം. രണ്ടാം ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെ മഹാസഖ്യത്തിൽ ഇനിയും സീറ്റ് വിഭജനം കീറാമുട്ടിയായി തുടരുകയാണ്. ചില മണ്ഡലങ്ങളിൽ സൗഹൃദ മത്സരമെന്ന കോൺഗ്രസ് വാദത്തെ എതിർത്ത് സഖ്യത്തിലെ മറ്റു പാർട്ടികൾ രംഗത്തെത്തി. ബീഹാറിൽ RJDയുടെ സ്വാധീനം കോൺഗ്രസ് തിരിച്ചറിയണമെന്ന് മുതിർന്ന CPIM നേതാവും മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ അശോക് കുമാർ മിശ്ര 24നോട് പ്രതികരിച്ചു. It is not good, but I think that Congress should reconsider its position because I think that Congress also realized that it is the RJD that is the biggest force in Bihar. സീറ്റ് വിഭജനം പൂർത്തിയാക്കിയ NDA ഇതിനോടകം തന്നെ പ്രചരണം ഊർജിതമാക്കി. ഈ മാസം 24-ന് പ്രധാനമന്ത്രി ബീഹാറിലെത്തും. പട്നയിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദറിനൊപ്പം വിനീത VG 24. ഇന്ത്യക്കെതിരെ വീണ്ടും ആണവ ഭീഷണിയുമായി പാക് സൈനിക മേധാവി അസിം മുനീർ. പാക് സൈന്യം പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് പ്രതികരിക്കും എന്നാണ് ഭീഷണി. ചെറിയ പ്രകോപനത്തിന് പോലും യാതൊരു മടിയും കൂടാതെ പ്രതികരിക്കുമെന്നും പൂർണ്ണ ഉത്തരവാദിത്തം ഇന്ത്യക്കായിരിക്കുമെന്നും അസിം മുനീർ പറഞ്ഞു. പുതിയ സൈനികരുടെ പാസിംഗ് ഔട്ട് ചടങ്ങിലായിരുന്നു അസിം മുനീറിന്റെ പരാമർശം. കരിപ്പൂർ വിമാനത്താവളത്തിൽ വൻ MDMA വേട്ട. 1 കിലോ MDMAയുമായി തൃശൂർ സ്വദേശി പിടിയിലായി. കോഴിക്കോട് നഗരത്തിൽ 2 ഗ്രാം MDMAയും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി.
ദമാമിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ തൃശൂർ സ്വദേശി ലിജീഷ് ആന്റണിയാണ് പിടിയിലായത്. ഡാൻസ് ഓഫ് സംഘത്തിനും കരിപ്പൂർ പോലീസിനും ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. 3 ദിവസം മുൻപാണ് ഇയാൾ കരിപ്പൂരിൽ നിന്ന് ദമാമിലേക്ക് പോയത്. 1 കിലോ MDMA ഉറവിടം നാട്ടിലേക്ക് എത്തിച്ചത് ആർക്കുവേണ്ടി, പ്രതിക്ക് ലഹരി സംഘവുമായി ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ അന്വേഷണം തുടരുകയാണ്. കോഴിക്കോട് 2 ഗ്രാം MDMA ഒരാൾ പിടിയിലായി. നല്ലളം സ്വദേശി ഷാഹുൽ ഹമീദാണ് അറസ്റ്റിലായത്. മെഡിക്കൽ കോളേജ് പോലീസും ഡാൻസ് ഓഫ് സംഘം ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. മെഡിക്കൽ കോളേജിനടുത്തുള്ള ലോഡ്ജിൽ വെച്ചാണ് പ്രതി പിടിയിലാകുന്നത്. കോഴിക്കോട് നഗരത്തിലെ വേങ്ങേരിയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. 10 ലക്ഷത്തിലധികം വില വരുന്ന ഉൽപ്പന്നങ്ങൾ ചാക്കിലാക്കി കാറിൽ കടത്താൻ ശ്രമിക്കുകയായിരുന്നു. ഡാൻസ് ഓഫ് സംഘത്തിന്റെയും ചേവായൂർ പോലീസിന്റെ നേതൃത്വത്തിൽ 7 കിലോമീറ്ററിലധികം പിന്തുടർന്നാണ് വാഹനം പിടികൂടുന്നത്. ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. 24 മലപ്പുറം. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 18 വയസ്സിൽ താഴെയുള്ള 2880 കുട്ടികൾ ലഹരി വിമുക്തി ചികിത്സയ്ക്കെത്തിയതായി കണക്കുകൾ. ട്രെയിൻ മാർഗമുള്ള ലഹരിക്കടത്ത് തടയാൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സുമായി ചേർന്ന് പരിശോധന ശക്തമാക്കുമെന്ന് എക്സൈസ് അറിയിച്ചു. SKN40 2ാം ഘട്ടമായ ജ്യോതിർഗമയുടെ ഈ ആഴ്ചത്തെ ബോധവൽക്കരണ പരിപാടികൾ വൈവിധ്യം കൊണ്ടും ജനകീയ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. ലഹരിക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് എക്സൈസും പോലീസും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള ലഹരി ഒഴുക്ക് തടയാൻ പ്രത്യേക കർമ്മ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് എക്സൈസ്. ലഹരി കേസുകളിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ കൂടുതൽ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞെന്ന് തിരുവനന്തപുരം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ PL ഷിബു 24നോട്. ബാംഗ്ലൂർ ബേസ് ചെയ്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ രാസലഹരികൾ കേരളത്തിലേക്ക് വരുന്നത്. ട്രെയിൻ മാർഗം, അതുപോലെ തന്നെ അവിടെ നിന്ന് ബുക്ക് ചെയ്ത് വരുന്ന ട്രാവൽസ്, അതായത് അവിടെ പഠിക്കുന്ന കുട്ടികളാകാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് യാത്ര പോകുന്നവരാകാം, അല്ലെങ്കിൽ ഇതിൻ്റെ കാരിയേഴ്സ് ആകാം. അവിടെ നിന്ന് ഈ സാധനങ്ങളെല്ലാം ഈ ബസ്സുകളിലും ട്രെയിനുകൾ മാർഗം കേരളത്തിലേക്ക് വരുന്നുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലും വിപുലമായ ബോധവൽക്കരണ പരിപാടികളാണ് SKN40 2ാം ഘട്ടമായ ജ്യോതിർഗമയുടെ ഭാഗമായി 24 സംഘടിപ്പിച്ചത്. മധുവിധ സുദിനമിൽ ചേർത്തിടുന്നേ താത്തിനന്ദക തകദീനന്ദക തകദീനന്ദക ദൈതാര താത്തിനന്ദക തകദീനന്ദക തകദീനന്ദക ദൈതാര. ഒരു വർഷത്തിനിടെ 18 വയസ്സിന് താഴെയുള്ള 2880 കുട്ടികൾ ലഹരി വിമുക്തി ചികിത്സയ്ക്കെത്തിയതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ലഹരിക്കടിമകളായ കുട്ടികളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് എക്സൈസ് നടത്തുന്ന പദ്ധതിയായ നേർവഴിയിൽ കൗൺസിലിംഗ് നടത്തുന്നവരും വിമുക്തി കോർഡിനേറ്ററും ജ്യോതിർഗമയിൽ അനുഭവങ്ങൾ പങ്കുവച്ചു. കുട്ടിയുടെ സ്വഭാവത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നത് കുട്ടിയുടെ ക്ലാസ് ടീച്ചർ നോട്ടീസ് ചെയ്തു. അത് പ്രധാന അധ്യാപിക അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ദീർഘനേരത്തെ ഒരു സംഭാഷണത്തിന് ശേഷം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കൗൺസിലിംഗ് പ്രവർത്തനത്തിന് ശേഷം അവനോട് എന്താ പറയുക, അവനൊരു അടുപ്പ് സ്ഥാപിക്കാൻ പറ്റും. അവന് എന്തായാലും അവന് മെഡിക്കൽ സപ്പോർട്ട് എന്തായാലും ആവശ്യമാണ്, ക്ലിനിക്കൽ സപ്പോർട്ട് എന്തായാലും ആവശ്യമാണ്. അങ്ങനെ നമ്മുടെ നെയ്യാറ്റിൻകര താലൂക്ക് ഹോസ്പിറ്റലിനകത്ത് പ്രവർത്തിക്കുന്ന വിമുക്തിയുടെ ഡി-അഡിക്ഷൻ സെന്ററിലോട്ട് അവനെ വിടുന്നു. 500-ൽ പരം കുടുംബങ്ങളിലേക്ക് ലഹരി വിരുദ്ധ സന്ദേശം പോസ്റ്റ് കാർഡുകളിലൂടെ അയച്ച് കോട്ടയം കുറവിലങ്ങാട് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വേറിട്ട പോരാട്ടത്തിന് വഴി തുറന്നു. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ചെറുത്തുനിൽപ്പ് നടത്തുന്ന വയനാട്ടിലെ പഴയേരി ഗ്രാമവും ജ്യോതിർഗമയുടെ ഭാഗമായി. ന്യൂസ് ഡെസ്ക് 24. തുലാവർഷപ്പെയ്ത്തിൽ മുങ്ങി കേരളം. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴ. ഒഴുക്കിൽപ്പെട്ട് 3 പേരെ കാണാതായി. ഇടുക്കിയിൽ മഴക്കെടുതി രൂക്ഷം. കൊച്ചി നഗരത്തിൽ വെള്ളക്കെട്ട്. നാളെ 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. പെരിയാർ തീരത്ത് ജാഗ്രത. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള സർക്കാർ തീരുമാനത്തിൽ LDF-ലും മന്ത്രിസഭയിലും ഭിന്നത. RSS പരിപാടി കേരളത്തിൽ വേണ്ടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മുൻ നിലപാട് തിരുത്തേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി K രാജൻ. ഒരാശങ്കയുടെ പ്രശ്നം ഇപ്പോൾ പുതിയതായിട്ടില്ല. ദേശീയ വിദ്യാഭ്യാസ നയത്തിനോടുള്ള കാഴ്ചപ്പാടും തെറ്റായ വിധത്തിലുള്ള ചില സാധനങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ശ്രമത്തിനെതിരായിട്ടുള്ള വലിയ ഇടപെടൽ തന്നെയാണ് പൊതുവായിട്ടുണ്ടാകുന്നത്. കുട്ടികൾക്ക് പണം കിട്ടുന്ന പദ്ധതിയെന്നും CPIയുടെ പരാതി പരിഹരിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി. BJP CPIM അന്തർധാരയുടെ ഭാഗമെന്ന് KSU. വൈകി വന്ന വിവേകമെന്ന് BJP. CPIM മുതിർന്ന നേതാവ് G സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടർന്ന് CPIM. G സുധാകരൻ തന്റെ നേതാവെന്ന് മന്ത്രി സജി ചെറിയാൻ. പാർട്ടിയുടെ ഭാഗമായ G സുധാകരൻ മുന്നിൽ നിന്ന് നയിക്കുമെന്നും വിശദീകരണം. എൻ്റെ നേതാവാണ്,
എൻ്റെ ഉപദേശം സ്വീകരിക്കേണ്ട യാതൊരു കാര്യവും അദ്ദേഹത്തിനില്ല. ഞാൻ അദ്ദേഹത്തെ ഉപദേശിച്ചിട്ടുമില്ല, എന്നെ അദ്ദേഹം വിമർശിച്ചിട്ടുമില്ല. സുധാകരൻ സാറിന് എന്നെപ്പറ്റി ഒരു തെറ്റിദ്ധാരണയില്ല. നിങ്ങൾ ഇപ്പോൾ കുഴപ്പമുണ്ടാക്കരുതാണ്. ആലപ്പുഴയിലെ CPIM നേതൃത്വത്തോട് അയയാതെ G സുധാകരൻ. കുട്ടനാട്ടിൽ നടന്ന VS സ്മാരക പുരസ്കാര ചടങ്ങിൽ പങ്കെടുത്തില്ല. G സുധാകരൻ ഒളിയമ്പുമായി MA ബേബി. പ്രായപരിധിയുടെ പേരിലുള്ള ഒഴിവാക്കൽ സ്വാഭാവികമെന്ന് ജനറൽ സെക്രട്ടറി. 24 ബിഗ് ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ കുറ്റം സമ്മതിച്ച് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി. സ്വർണ്ണപ്പാളിയിൽ നിന്ന് ഉരുക്കിയ സ്വർണം പോറ്റി മറിച്ചു വിറ്റു. ശബരിമല ശ്രീകോവിലിന്റെ സ്വർണം പൂശിയ പുതിയ വാതിൽ പ്രദർശിപ്പിച്ചും പോറ്റിയുടെ പണപ്പിരിവ്. കൊടിമരത്തിലെ പഴയ വാജിവാഹനം തിരികെ വാങ്ങാൻ കത്ത് നൽകി തന്ത്രി കുടുംബാംഗം കണ്ഠരര് രാജീവര്. തീരുമാനം വിവാദങ്ങളെ തുടർന്ന് സെക്രട്ടേറിയറ്റ് വളഞ്ഞ് രാപകൽ സമരത്തിന് BJP. 24 ബിഗ് ഇമ്പാക്ട്. വായ്പാ തിരിച്ചടവ് മുടങ്ങി ജപ്തി നേരിട്ട എറണാകുളം ഇരുമ്പനത്തെ പ്രഭാവതി അമ്മയ്ക്ക് ആശ്വാസം. ജപ്തി നടപടി തടയാൻ കേരള ബാങ്കിന് നിർദ്ദേശം നൽകി സഹകരണ വകുപ്പ് മന്ത്രി. ഏറ്റവും വേദനിക്കുന്ന അനുഭവം അവർ വിരിക്കുകയുണ്ടായി. അവരെ നാളെ ഇറക്കി വിടാതിരിക്കാനുള്ള നിർദ്ദേശം കേരള ബാങ്കിൻ്റെ പ്രസിഡന്റിനോട് പറയാൻ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും നാളെ അവരുടെ പേരിൽ ഒരു നടപടി സ്വീകരിക്കരുത് എന്ന നിർദ്ദേശം വാർത്ത കണ്ടതിനെ തുടർന്ന് പ്രത്യേകമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. മകനെടുത്ത വായ്പ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ പ്രഭാവതി അമ്മയുടെ നിസ്സഹായാവസ്ഥ പുറം ലോകത്തെ അറിയിച്ചത് 24. KPCC പുനഃസംഘടനയിൽ അതൃപ്തരുമായി അനുനയ നീക്കം നടത്തുന്നതിനിടയിലും കല്ലുകടി. എല്ലാവർക്കും 100% തൃപ്തി ഉണ്ടാകില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. പുതിയ പട്ടിക ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് വെയിറ്റ് ആൻഡ് സീ എന്ന് മറുപടി. ഓർത്തഡോക്സ് സഭയ്ക്ക് പിന്നാലെ പരാതിയുമായി ലത്തീൻ സഭയും. അർഹമായ പ്രാതിനിധ്യം ലഭിച്ചില്ലെന്ന കണ്ണൂർ രൂപതാ ബിഷപ്പ്. സംസ്ഥാന തലത്തിൽ കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന സമിതി രൂപീകരിച്ചപ്പോൾ 3 അംഗങ്ങൾ ആണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ കണ്ണൂർ ഈ ഭാഗത്തേക്ക് ഒരാളെ പോലും പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ സ്നേഹത്തോടുകൂടെ അതോടൊപ്പം തന്നെ ആദരവോടുകൂടെ അതിന്റെ സംസ്ഥാന പ്രസിഡന്റിനോട് പറയുകയാണ്. വിമർശനം KPCC അധ്യക്ഷനെ വേദിയിലിരുത്തി. 24 എക്സ്ക്ലൂസീവ്. കോൺഗ്രസ് നേതാവ് ജോസ് ഫ്രാങ്ക്ലിനെ കുരുക്കി നെയ്യാറ്റിൻകരയിലെ വീട്ടമ്മയുടെ ആത്മഹത്യാക്കുറിപ്പ്. ലോൺ നൽകാമെന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്ന് കത്തിൽ. നിരന്തരം കടയിലെത്തി ലൈംഗികാവശ്യമുന്നയിച്ചു. ജീവനൊടുക്കുന്നത് ജോസ് ഫ്രാങ്ക്ലിന്റെ ശല്യം സഹിക്കാനാകാതെയെന്നും ആത്മഹത്യാക്കുറിപ്പ്. 24 കത്ത് പുറത്തുവിട്ടതിന് പിന്നാലെ ജോസ് ഫ്രാങ്ക്ലിനെതിരെ നടപടി. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് തർക്കത്തിൽ മുങ്ങി മഹാസഖ്യം. ചില മണ്ഡലങ്ങളിൽ സൗഹൃദ മത്സരത്തിനൊരുങ്ങുന്ന കോൺഗ്രസിനെതിരെ സഖ്യകക്ഷികൾ. സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ ലാലു പ്രസാദ് യാദവിന്റെ വീടിന് മുന്നിൽ നാടകീയ രംഗങ്ങൾ. സീറ്റിന് പണം നൽകാൻ RJD MP സഞ്ജയ് യാദവ് ആവശ്യപ്പെട്ടെന്ന ആരോപണം. സീറ്റ് വിഭജനം പൂർത്തിയാക്കി NDA പ്രചാരണ ട്രാക്കിലേക്ക്. 24 ജ്യോതിർഗമയ ബ്രേക്കിംഗ്. ലഹരിക്കടിമയായി ചികിത്സയ്ക്കും കൗൺസിലിംഗിനും എത്തുന്ന കുട്ടികളുടെ എണ്ണം കൂടുന്നു. വിധേയമാക്കി പിന്നെ ഒരു ഫോളോ അപ്പിന് വിധേയമാക്കിയപ്പോൾ മനസ്സിലായത് അവൻ ഒരു കാരണവശാലും നമ്മുടെ കൗൺസിലിങ്ങിലൂടെ മാത്രം മാറപ്പെടുന്നൊരു കുട്ടിയല്ല. അവന് എന്തായാലും അവന് മെഡിക്കൽ സപ്പോർട്ട് എന്തായാലും ആവശ്യമാണ്, ക്ലിനിക്കൽ സപ്പോർട്ട് എന്തായാലും ആവശ്യമാണ്. അങ്ങനെ നമ്മുടെ നെയ്യാറ്റിൻകര താലൂക്ക് ഹോസ്പിറ്റലിനകത്ത് പ്രവർത്തിക്കുന്ന വിമുക്തിയുടെ ഡി-അഡിക്ഷൻ സെന്ററിലോട്ട് അവനെ വിടുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ചികിത്സ തേടിയത് 18 വയസ്സിൽ താഴെയുള്ള 2880 കുട്ടികൾ. സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് ലഹരി വിരുദ്ധ പോരാട്ടം ശക്തമാക്കി 24. കരിപ്പൂർ വിമാനത്താവളത്തിൽ 1 കിലോ MDMA-യുമായി തൃശൂർ കൊരട്ടി സ്വദേശി പിടിയിൽ. സംസ്ഥാനത്ത് തുലാവർഷം കനക്കുന്നു. അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരും. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെയും ഓറഞ്ച് അലർട്ടാണ്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഇടുക്കിയിലെ മഴക്കെടുതി ഉൾപ്പെടെ. എന്തൊക്കെയാണ് പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഉമേഷ്?
സംസ്ഥാനത്തായാലും മഴ ശക്തമായി തുടരുകയാണ്. തെക്കൻ കേരളത്തിൽ ഇപ്പോൾ മഴ ചെറിയ രീതിയിൽ മാറി നിൽപ്പുണ്ട്. പക്ഷേ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഇപ്പോഴും മഴ പല മേഖലകളിലും ലഭിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. 24 മണിക്കൂറിൽ 204 മില്ലിമീറ്റർ വരെ മഴ ഈ ജില്ലകളിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട് ശക്തമായ മഴയ്ക്കാണ് സാധ്യത. നാളെ 2 ജില്ലകൾ ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ല ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് ആണ് സാധ്യതയുള്ളത്. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ടും നാളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ ഇതേ രീതിയിൽ 5 ദിവസം തുടരും. നിലവിൽ സംസ്ഥാനത്ത് മഴയ്ക്ക് ലഭിക്കാനുള്ള എല്ലാ അനുകൂല സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അതായത് കേരളത്തിന് മുകളിലായി തെക്കൻ കേരളത്തിന് സമീപത്ത് ഒരു ചക്രവാത ചുഴി അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൂടാതെ അറബിക്കടലിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദം നിലനിൽക്കുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. അത് 2 ദിവസത്തിനകം ന്യൂനമർദ്ദമായി മാറുമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ള മുന്നറിയിപ്പ്. കൂടാതെ അറബിക്കടലിൽ ന്യൂനമർദ്ദ സാധ്യത ഒരു ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നുണ്ട്. ഈ ന്യൂനമർദ്ദ പാത്തിയുടെ കൂടി സ്വാധീനം ലഭിക്കുന്നുണ്ട്. നാളെ മുതൽ കൂടുതൽ വടക്കൻ ജില്ലകളിലേക്ക് മഴ വ്യാപിക്കാൻ സാധ്യതയുണ്ട്. മധ്യ കേരളത്തിൽ എന്തായാലും ഇതേ രീതിയിൽ മഴ അടുത്ത 4 ദിവസവും തുടരും. ഉമേഷ് ബാലകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. ഇടുക്കിയിൽ ഇന്നലെ രാത്രിയിൽ പെയ്ത അതിശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം. ഇന്നലെ രാത്രിയിൽ കുമളിയിൽ പെയ്ത മഴയിൽ നിരവധി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. നീരൊഴുക്ക് കൂടിയതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നൊഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടി. മഴ ശക്തമായതോടെ കയ്യിലൊതുങ്ങുന്ന സാധനങ്ങളുമായി സ്വന്തം വീടുകളിൽ നിന്ന് ദിവസവും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറേണ്ട അവസ്ഥയിലാണ് ആളുകൾ. ഇന്നലെ രാത്രി 9 മണി മുതൽ 12 മണി വരെ പെയ്ത മഴയിലാണ് കുമളിയിൽ വെള്ളം പൊങ്ങിയത്. മിനിങ്ങാന്ന് വൈകിട്ട് കയറിയിട്ട് ഇന്നലെ എല്ലാം തൂത്തുവാരി എല്ലാം കഴുകിപ്പറക്കിയൊക്കെ ഇട്ടതാ. അന്നേരം തന്നെ ഇന്നലെ 9:30 മഴ പെയ്ത് കയറിയേക്കുന്നത്. കുമളി 1-ാം മൈലിന് സമീപമുണ്ടായ ഉരുൾപൊട്ടലാണ് മലവെള്ളപ്പാച്ചിലിന് കാരണം. കുമളി ആനവിലാസം റോഡിൽ പല സ്ഥലത്തും മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. റോഡിലെ മൺകൂനയിൽ ബൈക്കിടിച്ചു കയറി വെള്ളാരംകുന്ന് സ്വദേശി തങ്കച്ചൻ മരിച്ചു. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം പുറത്തേക്കൊഴുക്കിയതോടെ പെരിയാറിന്റെ തീരത്തെ വീടുകളിൽ വെള്ളം കയറി. ഡാം തുറക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് കയറുന്ന കറുപ്പാല ഏരിയയിലെ ഈ കടശിക്കാട് ആറ്റോരമാണ് ഇത്. പിള്ളേരെ കൊണ്ട് ഇഞ്ചിക്കാട്ടി വിട്ടിരിക്കുക. ഞങ്ങൾ ഒന്നും വയ്യാത്ത ഇതാ. രാത്രിയൊന്നും ഒരു പൊട്ടം ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾ സാധനങ്ങളെല്ലാം എടുത്ത് റോഡിലോട്ട് കയറ്റിയിടും. ഇല്ലേ എല്ലാം കെട്ടി മേളി പൊക്കി എടുത്ത് വെക്കും. ഏത് സാഹചര്യത്തെ നേരിടാൻ സജ്ജമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഇപ്പോഴത്തെ നിലയിൽ എല്ലാം അണ്ടർ കൺട്രോളാണ്. ആവശ്യമായിട്ടുള്ള മുന്നറിയിപ്പുകളെല്ലാം നൽകിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഉൾപ്പെടെ തുറക്കുന്നത് ഉൾപ്പെടെ ഡാമുകൾ തുറക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടിയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഇതിനിടെ കൂട്ടാർ ടൗണിലെ മലവെള്ളപ്പാച്ചിൽ ഒലിച്ചുപോയ ട്രാവലർ കരക്കടുപ്പിച്ചു. വാഹനം പൂർണ്ണമായും തകർന്നു. 24 ഇടുക്കി. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഇപ്പോൾ മലപ്പുറം വഴിക്കടവിൽ നിന്ന് വരുന്നുണ്ട്. അവിടെ കനത്ത മഴയിൽ മരങ്ങൾ കടപുഴകി വീണു എന്നുള്ളതാണ് വാർത്ത. നാടുകാണി ചുരത്തിൽ ഇതിനെ തുടർന്ന് ഗതാഗത തടസ്സം ഉണ്ടായി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മരം മുറിച്ചു മാറ്റുന്ന പ്രവർത്തികൾ നടക്കുകയാണ് അവിടെ എന്നാണ് YS അഭിനന്ദ് അറിയിക്കുന്നത്. നാടുകാണി ചുരത്തിൽ ഗതാഗത തടസ്സമുണ്ട് എന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്. ശക്തമായ മഴയിൽ കൊച്ചി നഗരത്തിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ട്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ കടകളിൽ വെള്ളം കയറി. കാനകൾ നിറഞ്ഞൊഴുകിയതാണെന്നും വെള്ളം പോകാൻ ഇടമില്ലാതിരുന്നതാണ് വെള്ളക്കെട്ടിന് കാരണമെന്നും നാട്ടുകാർ. ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് പെയ്ത മഴയിൽ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുണ്ടായ വെള്ളക്കെട്ടിന്റെ ദൃശ്യങ്ങളാണിത്. രാവിലെ റെയിൽവേ സ്റ്റേഷനിലെത്തിയ യാത്രക്കാർ വെള്ളക്കെട്ടിൽ വലഞ്ഞു. എങ്ങനെ ആൾക്കാർ ഇറങ്ങി വരും? കാര്യം നടുവൊന്നും വയ്യാത്തൊരു. എത്ര നേരം കൊണ്ട് നിൽക്കുവാ ഇവിടെ? സൗത്ത് റെയിൽവേ സ്റ്റേഷൻ മുതൽ പനമ്പള്ളി നഗർ വരെയുള്ള ഭാഗത്ത് മേഘവിസ്ഫോടനം ഉണ്ടായോ എന്ന് സംശയമെന്ന് കൊച്ചി മേയർ M അനിൽകുമാർ. ഇതൊരു സ്ട്രെച്ച് ഏരിയയിൽ ഇപ്പോൾ അതാണല്ലോ ഈ മിനി ക്ലൗഡ് ബേഴ്സ് എന്ന് പറയുന്നത്. ഒരു ചെറിയ സ്ട്രെച്ചിൽ കൂടുതൽ മഴ പെയ്തിട്ടുണ്ടോ ഒന്ന്. 2, ഈ മുല്ലപ്പെരിയാറൊക്കെ തുറന്നതിന്റെ ഭാഗമായി പുഴയിൽ വെള്ളം കൂടിയിട്ട് വലിവിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട. കാനകളിൽ വെള്ളം നിറഞ്ഞതാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. വെള്ളം പോകാൻ മറ്റൊരിടമില്ലാതെ ഇരുന്നതും കാരണമായി. കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും കാര്യമായ നടപടികളൊന്നും ഇല്ലാതിരുന്നതോടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ നേരിട്ടിറങ്ങി. മഴ മാറിയതോടെ വെള്ളക്കെട്ടിന് ശമനമുണ്ട്. എന്നാൽ ഇനി ഒരിക്കൽ കൂടി മഴ ശക്തമായാൽ വീണ്ടും വെള്ളക്കെട്ടുണ്ടാകും. 24 കൊച്ചി. നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. മലപ്പുറം വഴിക്കട വാനമറയിൽ കനത്ത മഴയിൽ മരങ്ങൾ കടപുഴകി വീണു. നാടുകാണി ചുരത്തിൽ ഇതിനെ തുടർന്ന് ഗതാഗത തടസ്സം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ മരം മുറിച്ചു മാറ്റുകയാണ്. YS അഭിനന്ദുണ്ട്. അഭിനന്ദ് വിവരങ്ങൾ.
ഉന്മേഷ്, മലപ്പുറം വഴിക്കടവിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. വഴിക്കടവ് ആനമറി 1-ാം വളവിന് സമീപമാണ് മരങ്ങൾ റോഡിലേക്ക് കടപുഴകി വീണത്. ഇപ്പോൾ നാടുകാണി ചുരത്തിൽ ഗതാഗത തടസ്സമുണ്ടായി. ഏതാണ്ട് 9 മണിയോടുകൂടിയാണ് ഇത്തരത്തിലേക്ക് മരങ്ങൾ കടപുഴകി വീണത്. ഉടൻ തന്നെ നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. വനംവകുപ്പും നാട്ടുകാരും ട്രോമ കെയർ പ്രവർത്തകരും ചേർന്ന് ഇപ്പോൾ മരങ്ങൾ മുറിച്ചു മാറ്റി എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. നിലമ്പൂരിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനയും എത്തിയിരുന്നു. ഇപ്പോൾ മഴ തുടരുകയാണ്. മഴ ഒന്ന് മാറി നിന്ന സമയത്തായിരുന്നു ഇത്തരത്തിലേക്ക് മരം മുറിക്കുന്നതിനടക്കമുള്ള നടപടികളിലേക്ക് ഫയർഫോഴ്സും വനം വകുപ്പും കടന്നിരുന്നത്. 1-ാം വളവിന് ആനമറി 1-ാം വളവിന് സമീപമാണ് മരങ്ങൾ കടപുഴകി വീണത്. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് 2 പേരെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. പാലക്കാട് കോട്ടായിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിയെയും കാസർഗോഡ് കവ്വായിയിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയ യുവാവിനെയുമാണ് കാണാതായത്. ഇരുവർക്കുമായുള്ള തിരച്ചിൽ തുടരുകയാണ്. ഉച്ചയ്ക്ക് 12:30യോടുകൂടിയാണ് പാലക്കാട് കോട്ടായി ഭാരതപ്പുഴയിൽ 2 വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ടത്. കുന്നംപറമ്പ് തണ്ണിക്കോട് സ്വദേശി സവിതയുടെ മകൻ സുഗുണേഷ്, മാത്തൂർ സ്വദേശി അഭിജിത്ത് എന്നിവരാണ് ഒഴുക്കിൽപ്പെട്ടത്. അപകടത്തിൽപ്പെട്ട സുഗുണേഷിനെ രക്ഷിക്കാൻ ഇറങ്ങുന്നതിനിടയിലാണ് അഭിജിത്തും ഒഴുക്കിൽപ്പെട്ടത്. നിലവിളി കേട്ട് ഓടിയെത്തിയ പ്രദേശവാസികൾ അഭിജിത്തിനെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം മലമ്പുഴ ഡാമിന്റെ ഷട്ടർ തുറന്നതോടെ പുഴയിൽ ശക്തമായ ഒഴുക്കാണ്. അഗ്നിരക്ഷാസേനയും ആലത്തൂർ കോട്ടായി പോലീസും ചേർന്ന സുഗുണേഷിനായുള്ള തിരച്ചിൽ തുടരുകയാണ്. ഈ അഭിജിത്ത് എന്ന് പറയുന്ന പയ്യൻ മറ്റൊരു പയ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പുഴയിൽ ചാടിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. കടക്കുമ്പോഴേക്ക് എന്നെ തള്ളി വെള്ളം. ഞാൻ ചേങ്ങോലി പിടിച്ച് കയറിയപ്പോൾ അവൻ്റെ തല പൊക്കി ഇങ്ങനെ വലിക്കണോ, അമ്മേ ദൈവമേ ജീവനുണ്ടല്ലോ, ഞാൻ രക്ഷപ്പെടുത്തിയാലും. കാസർഗോഡ് കവ്വായി കായലിൽ മത്സ്യബന്ധനത്തിനിടെ തോണി മറിഞ്ഞ് ഒരാളെ കാണാതായി. വലിയ പറമ്പ് സ്വദേശി NP തമ്പാനെയാണ് കാണാതായത്. രാവിലെ മീൻ പിടിക്കാൻ പോയതായിരുന്നു. തോണി വലിയ പറമ്പ് പാലത്തിന് സമീപം കരക്കടിഞ്ഞു. അഗ്നിരക്ഷാസേനയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തെരച്ചിൽ തുടരുകയാണ്. പമ്പ നദിയിലെ ആറന്മുള മാലക്കരക്കടവിലാണ് ഒരാൾ ഒഴുക്കിൽപ്പെട്ടത്. മാത്യു ആണ് ഒഴുക്കിൽപ്പെട്ടത്. അഗ്നിരക്ഷാസേന തെരച്ചിൽ ആരംഭിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദീപാവലി ആശംസ വരുന്നുണ്ട്. മാനവികതയുടെ പ്രകാശം പകർന്ന് ദീപാവലി ആഘോഷിക്കാം. സ്നേഹവും സാഹോദര്യവും പുലരട്ടെ. ഏവർക്കും ദീപാവലി ആശംസകൾ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദീപാവലി ആശംസ. 24 ബിഗ് ബ്രേക്കിംഗ്. ശബരിമലയിൽ നിന്നും തട്ടിയെടുത്ത സ്വർണം മറിച്ചു വിറ്റെന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. സ്പോൺസർമാരിൽ നിന്ന് ലഭിച്ച സ്വർണവും പണമാക്കി മാറ്റി ഭൂമി ഇടപാടുകൾക്കായി ഉപയോഗിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിർണായക രേഖകൾ SIT കണ്ടെത്തി. കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിലാണ് സ്വർണം മറിച്ചുവിറ്റെന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്മതിച്ചത്. സ്പോൺസർമാരിൽ നിന്നും ലഭിച്ച സ്വർണവും പണമാക്കി. പണം ഭൂമി ഇടപാടുകൾക്ക് ഉപയോഗിച്ചു. രേഖകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നശിപ്പിച്ചെന്നും സംശയമുണ്ട്. ഇതിന് പിന്നാലെയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെ പരിശോധന. സ്വർണ്ണക്കൊള്ള ഗൂഢാലോചനയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെയും തട്ടിപ്പ് സംഘത്തിലെയും 15ഓളം പേരുടെ വിവരങ്ങൾ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തി. ഇതിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇരവാദം ഉയർത്തുകയാണോ എന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. എങ്കിലും വെളിപ്പെടുത്തിയ പേരുകളിലേക്ക് അന്വേഷണം ഉടനെത്തും. സ്വർണ്ണക്കൊള്ളയുടെ തിരക്കഥയുണ്ടാക്കിയത് ബംഗളൂരുവിൽ വെച്ചാണെന്നാണ് വെളിപ്പെടുത്തൽ. സ്വർണ്ണപ്പാളി ചെമ്പായി തെറ്റായി രേഖപ്പെടുത്തിയതും പാളികൾ തിരിച്ചെത്തിയപ്പോൾ തൂക്കം നോക്കാതിരുന്നതുമെല്ലാം ഇതിന്റെ ഭാഗമാണ്. തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രകൻ കൽപേഷ് ആണെന്നാണ് പോറ്റിയുടെ മൊഴി. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് 1/2 കിലോയോളം സ്വർണം കൊണ്ടുപോയ കൽപേഷ്, സ്പോൺസറായ നാഗേഷ്, സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി എന്നിവരെ പിടികൂടിയാൽ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സംസ്ഥാനത്തിന് പുറത്തും ഉടൻ തെളിവെടുപ്പ് നടത്തും. നിലവിൽ ലഭിച്ച നിർണായക വിവരങ്ങൾ പരാമർശിച്ച് പ്രത്യേക അന്വേഷണ സംഘം ചൊവ്വാഴ്ച ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് നൽകും. സസ്പെൻഷനിലുള്ള ദേവസ്വം ഉദ്യോഗസ്ഥൻ മുരാരി ബാബുവിനെയും ഉടൻ ചോദ്യം ചെയ്യും. 24 തിരുവനന്തപുരം. ശബരിമല ശ്രീകോവിലിലെ പുതിയ വാതിൽ പ്രദർശിപ്പിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ച് ബംഗളൂരു ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രം ട്രസ്റ്റ്. ഇടപാട് നടത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി നേരിട്ടാണെന്നും ക്ഷേത്രത്തിന് ബന്ധമില്ലെന്നും ട്രസ്റ്റ് സെക്രട്ടറി NS വിശ്വംഭരൻ 24നോട് പറഞ്ഞു. അറസ്റ്റിന് മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ എത്തിയിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. 24 എക്സ്ക്ലൂസീവ്. സ്വർണ്ണപ്പാളിയിലെ സ്വർണം കൈക്കലാക്കിയതു മാത്രമല്ല, ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ പ്രദർശിപ്പിച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത് വൻ തട്ടിപ്പ്. ചെന്നൈക്ക് പുറമെ ബംഗളൂരുവിലും പണപ്പിരിവ് നടത്തി. സ്വർണം പൂശിയ ശേഷം വാതിൽ ബംഗളൂരു ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിലെത്തിച്ച് പണപ്പിരിവ് നടത്തിയെന്നാണ് ക്ഷേത്രം ട്രസ്റ്റ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ.
വ്യവസായികൾ ഉൾപ്പെടെ നിരവധി പേരിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും പണം വാങ്ങി. വലിയ തുക നൽകിയത് അങ്ങനെ നിങ്ങളോടാരും പറഞ്ഞിട്ടില്ല? ഇവിടെ പലരും പറയുന്നുണ്ട് കൊടുത്തിട്ടുണ്ട്. ഒരാൾ പറഞ്ഞ് അയാളുടെ അമ്പലത്തിൽ വരുന്ന ഒരാൾ പറഞ്ഞ് അയാളുടെ ചേട്ടൻ എന്തോ കൊടുത്തിരുന്നെന്ന്, അയാൾ മരിച്ചുപോയെന്ന് പറഞ്ഞു. അറസ്റ്റിന് മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷേത്രത്തിലെത്തിയിരുന്നുവെന്നും ട്രസ്റ്റ് സെക്രട്ടറി NS വിശ്വംഭരൻ 24 പറഞ്ഞു. അവിടെ ഇപ്പൊ 3-4 ദിവസം മുമ്പ് പ്രത്യക്ഷമായല്ലോ, അന്ന് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ വന്നോ? ക്ഷേത്രത്തിൽ വന്ന് തൊഴാൻ വന്നിട്ട് പോയി. അന്ന് ഉച്ചയ്ക്കാണ് അവിടെ കണ്ടത്, ട്രിവാൻഡ്രത്ത്. അറസ്റ്റിന് മുമ്പ് എന്തിനാണ് പോറ്റി ബംഗളൂരുവിൽ വന്നത്? നടത്തിയ ഇടപാടുകളുടെ തെളിവുകൾ നശിപ്പിക്കാനാണോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. 24 ബംഗളൂരു. 24 എക്സ്ക്ലൂസീവ്. എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ശിരോവസ്ത്ര വിവാദത്തിന് പിന്നാലെ 2 വിദ്യാർത്ഥികൾ കൂടി സ്കൂൾ വിടുന്നു. 2ലും 3ലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ TC-ക്കായി അപേക്ഷ നൽകി. അതേസമയം ഹൈക്കോടതി തീരുമാനം അറിഞ്ഞ ശേഷം സ്കൂൾ മാറ്റത്തിൽ തീരുമാനം എടുക്കാനാണ് 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ കുടുംബത്തിന്റെ തീരുമാനം. പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ 2ലും 3ലും പഠിക്കുന്ന സഹോദരിമാരാണ് സ്കൂൾ വിടുന്നത്. TC-ക്കായി വെള്ളിയാഴ്ച അപേക്ഷ നൽകി. 8ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് കുടുംബത്തിന്റെ തീരുമാനം. തോപ്പുംപടിയിലെ അവർ ലേഡീസ് കോൺവെന്റ് സ്കൂളിലാണ് കുട്ടികളെ ചേർക്കുക. ശിരോവസ്ത്ര വിവാദത്തിൽ സ്കൂൾ മാനേജ്മെന്റും PTA പ്രസിഡന്റും സ്വീകരിച്ച നിലപാടും പരാമർശവും ഏറെ വേദനിപ്പിച്ചുവെന്ന് രക്ഷിതാവ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എൻ്റെ മക്കൾ അവിടെ പഠിക്കുമ്പം എനിക്ക് സത്യത്തിൽ മാനസികമായിട്ട് നല്ലൊരു ഭയപ്പാടുണ്ട്. കാരണം അവിടുത്തെ ഒരു പ്രിൻസിപ്പളും ടീച്ചേഴ്സും എടുക്കുന്നൊരു നിലപാട്, ടീച്ചേഴ്സല്ല PTA പ്രസിഡന്റിന് പറയേണ്ടവരും, അവരെടുക്കുന്ന ഇപ്പോഴത്തെ ഒരു നിലപാട് അത് നമ്മൾക്ക് ദോഷമായിട്ട് വരുമോ എന്നുള്ളൊരു ഭയപ്പാടിപ്പുണ്ട്. വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയുടെ പ്രതികരണം ഇങ്ങനെ: ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ നമ്മളെ ഈ ചർച്ച അവസാനിച്ചെന്ന്. ഇനി വേറെ എന്തെങ്കിലും പരാതി വരട്ടെ, അപ്പം ആലോചിക്കാം. അതേസമയം ഹൈക്കോടതിയിൽ സ്കൂൾ നൽകിയ ഹർജിയിൽ കക്ഷി ചേർത്ത സാഹചര്യത്തിൽ കോടതി നിലപാട് അറിഞ്ഞ ശേഷമാകും തുടർ തീരുമാനമെന്ന് 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കുടുംബം വ്യക്തമാക്കി. കോടതി വിധി അനുകൂലമായി സ്കൂൾ അംഗീകരിക്കുകയാണെങ്കിൽ പഠനം സെന്റ് റീത്താസിൽ തന്നെ തുടരാനാണ് ആലോചന. 24 കൊച്ചി. കോഴിക്കോട് കൂടരഞ്ഞി പെരുമ്പുളയിലെ കിണറ്റിൽ വീണ പുലി കൂട്ടിലായി. ഇന്ന് പുലർച്ചെ 1 മണിക്കാണ് വനവകുപ്പ് കിണറ്റിൽ സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങിയത്. ഒരു ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷം നാളെ പുലിയെ ഉൾക്കാട്ടിൽ തുറന്നുവിടും. കഴിഞ്ഞ ബുധനാഴ്ച മഞ്ഞക്കടമ്പ് സ്വദേശി കുരിയാളശ്ശേരി കുരിയച്ചന്റെ വീട്ടുവളപ്പിലെ കിണറ്റിലാണ് വന്യജീവി വീണെന്ന സംശയം നാട്ടുകാർ പ്രകടിപ്പിച്ചത്. വനംവകുപ്പ് സ്ഥാപിച്ച CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിൽ ഇത് പുലിയെന്ന് സ്ഥിരീകരിച്ചു. കൂട് സ്ഥാപിച്ച് പുലിയെ കുടുക്കാനുള്ള ശ്രമത്തിലായി പിന്നെ വനംവകുപ്പ്. ആഴമുള്ള കിണറായതിനാൽ സഹായത്തിന് മുക്കത്തു നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും ഉണ്ടായിരുന്നു. ഇരയെ വെച്ച കൂട് അതീവ ദുഷ്കരമായാണ് കിണറ്റിൽ സ്ഥാപിച്ചത്. പുലർച്ചെ 1 മണിയോടെ ദൗത്യം വിജയം. വെറ്റിനറി ഡോക്ടർ നടത്തിയ പരിശോധനയിൽ പുലിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് കണ്ടെത്തി. കൂടിന് ഉറപ്പില്ലാത്ത കാരണം അത് അന്നേക്കന്ന് തന്നെ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അത് ആ സമയത്ത് തന്നെ എന്തായാലും മാറ്റാന്നുള്ള തീരുമാനമാക്കി അവിടെ നിന്ന് ചെന്നു. അവിടെ കൂട് മുഴുവൻ വല കൊണ്ട് പൊതിഞ്ഞു. കാരണം എന്തെങ്കിലും കാരണവശാൽ അത് റിലീസ് കൂട് പൊടിക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് 2 വല വെച്ച് ഞങ്ങളത് തന്നെ മൂടി. അതിൻ്റെ ഹെൽത്ത് കാര്യങ്ങളും കൂടി നോക്കിയതിന് ശേഷം വേണം ഇനി എപ്പോഴും അതിനെ റിലീസ് ചെയ്യാം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. താമരശ്ശേരി വനംവകുപ്പ് റേഞ്ച് ഓഫീസിൽ നിരീക്ഷണത്തിലാണ് പുലി. പിന്നീട് ഉൾക്കാട്ടിൽ തുറന്നുവിടും. 24 കോഴിക്കോട്. പത്തനംതിട്ടയിലെ NSS വേദിയിൽ മുഖ്യാതിഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. മുണ്ടപ്പള്ളി NSS കരയോഗം സംഘടിപ്പിച്ച പരിപാടിയിലാണ് രാഹുൽ പങ്കെടുത്തത്. വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ NSSന്റെ ഒരു പരിപാടിക്ക് എത്തുന്നത്. AV ജയശങ്കർ ഉണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, വിവരങ്ങൾ. ഇന്നാണ് നാട്ടിലെ കരയോഗത്തിന്റെ കുടുംബ സംഗമത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത്. മുണ്ടപ്പള്ളിയിലെ നമ്പർ 1300 കരയോഗത്തിന്റെ പരിപാടിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത്. ഒപ്പം NSS അടൂർ താലൂക്ക് യൂണിയന്റെ ചെയർമാനും ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നു. ഈ വിവാദങ്ങൾക്ക് ശേഷം ഇല്ലെങ്കിൽ വിവാദങ്ങൾക്കിടെ ആദ്യമായാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ NSS പരിപാടിയിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രത്യേകതയുണ്ടെന്ന് ഇന്ന് രാവിലെയായിരുന്നു ഈ ഒരു പരിപാടി മുണ്ടപ്പള്ളിയിൽ നടന്നത്. AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന്. ചെന്നൈയിൽ ദീപാവലി ആഘോഷത്തിനുള്ള ഒരുക്കം തകൃതിയായി പുരോഗമിക്കുകയാണ്. പടക്കങ്ങൾ വിൽക്കുന്ന കടയിലൊക്കെ വലിയ തിരക്കാണ്. മുഹമ്മദ് നർഗീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അപ്പോൾ എല്ലാവരും ദീപാവലി ആഘോഷിക്കാനുള്ള തിരക്കിലാണ്. ദീപാവലിക്ക് എത്ര കിട്ടിയാലും മതിയാകാത്തൊരു സാധനം, തികയാത്തൊരു സാധനമാണ് പടക്കം.
ഞാനിപ്പോൾ ചെന്നൈയിലെ തീവിത്തടത്തിലുള്ള ഒരു പടക്ക മാർക്കറ്റിലാണുള്ളത്. രാത്രിയും വലിയ തിരക്കാണ് ഈ മാർക്കറ്റിൽ. വലിയ ശബ്ദങ്ങളുള്ള പടക്കത്തിനല്ല സത്യത്തിൽ ഇത്തവണ ഡിമാൻഡ്. ചെറിയ നിലത്തിരുന്ന് പൊട്ടുന്ന പടക്കങ്ങൾക്കും ഒപ്പം തന്നെ കുട്ടികൾക്ക് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഈ ഫാൻസി പടക്കങ്ങൾ, അതിനാണ് കൂടുതലായിട്ട് ഡിമാൻഡ് ഉള്ളതെന്ന് കച്ചവടക്കാർ പറയുന്നുണ്ട്. പക്ഷേ ഇത്തവണ കച്ചവടം ഡള്ളാണെന്നും ഇവർ പറയുന്നു. பொதுவாகவே கிராக்கர்ஸ் இப்போ டிமாண்டு தான். கிராக்கர்ஸ் பயங்கர டிமாண்டாக இருக்குது. அதே மாதிரி சில்ட்ரன்ஸ் ஃபேன்சி ரொம்ப டிமாண்டாக இருக்குது. இப்போ உள்ள சுச்சுவேஷன் வந்து கிராக்கர்ஸ் ரொம்ப டைட்டாக இருக்குது, ரொம்ப இது கிடையாது. ப்ரீவியஸ் இயர் உள்ள பிஸ்னஸ் இப்போ கிடையாது. ஏன்னா 5 நாள் லீவ் இல்லை. സർക്കാരിന്റെ മേൽനോട്ടത്തിൽ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക ഇടത്തിലാണ് ഈ സ്റ്റാളുകളൊക്കെയും പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരത്തിലാണ് സ്റ്റാളുകളുടെ പ്രവർത്തനം. പ്രത്യേകിച്ച് ഈ സുരക്ഷ വളരെ കുറവുള്ള മേഖലകളിൽ ഇങ്ങനെ കച്ചവടം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകട സാധ്യതയൊക്കെ മുൻനിർത്തിയാണ് ഇത്തരത്തിലൊരു കൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വ്യാപാരികളെ പോലെ തന്നെ പടക്കം വാങ്ങിക്കൊണ്ടു പോകുന്നവർക്ക് നല്ല ആശങ്കയുണ്ട്. കാരണം അടുത്തൊരു 3-4 ദിവസം ശക്തമായ മഴയാണ് ചെന്നൈയിൽ ഉൾപ്പെടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അപ്പോൾ മഴ പെയ്യുമോ അതോ അതിനിടയിലൊക്കെ പടക്കം പൊട്ടിക്കാൻ സമയം കിട്ടുമോ എന്നൊക്കെ കണ്ടറിയണം. ക്യാമറാമാൻ ശ്രീകാന്ത് ഗൗരീശപ്പെട്ടതോടൊപ്പം മുഹമ്മദ് റഹീസ്, 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.